അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. വളരെ വേഗമാണ് മാസങ്ങൾ കടന്നു പോകുന്നത്. വേദയ്ക്കും വിന്ദയ്ക്കും ഇത് 5-ാം മാസമാണ്. അതിൻ്റെ ക്ഷീണങ്ങൾ അവരിൽ നല്ലോണമുണ്ട്. അജു പോകുന്നതിന് ഇനി ഒരു ദിവസമേ ഉള്ളൂ. എല്ലാവർക്കും അതിൽ നല്ല പോലെ വിഷമമുണ്ട്. ഇന്നാണ് ദേവുവിൻ്റെയും ധ്രുവൻ്റെയും കുഞ്ഞിൻ്റെ 90. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. ഇപ്രാവശ്യം വീടിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടി അതിനകത്ത് മണ്ഡപം പണിത് അവിടെയാണ് കുഞ്ഞിൻ്റെ 90 ചടങ്ങ്. പന്തലിൻ്റെ അകത്തേക്ക് കടക്കുന്ന ഭാഗത്ത് മുല്ലപ്പൂ കൊണ്ട് ആകെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇരുവശങ്ങളിലും പൂക്കൾ നിറച്ച ഭരണികൾ ഉണ്ടായിരുന്നു. മണ്ഡപത്തിൽ ജമന്തി പൂക്കളും മുല്ലപ്പൂക്കളും കൊണ്ട് ആകെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡപത്തിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു താലത്തിൽ വെറ്റില വെച്ചിട്ടുണ്ടായിരുന്നു. പന്തലിൻ്റെ ഒരു സൈഡിലായി അച്ഛന്മാരും അമ്മമാരും അങ്ങനെയുള്ളവർ നിൽപ്പുണ്ടായിരുന്നു. മറ്റേ സൈഡിൽ സ്റ്റാലിനും മീനുവും. ആദുവിനെ സ്റ്റാലിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തായിട്ട് ആദിയും വിന്ദയും, അതിൻ്റെ സൈഡിലായിട്ട് ആകാശും വേദയും മൗനിയും കൂടെ എബിയും അജുവും കുഞ്ഞിയും നിൽപ്പുണ്ടായിരുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ധ്രുവനും അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ദേവും മണ്ഡപത്തിലേക്ക് കയറി. എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവരവിടെ തിരിതെളിച്ച് വെച്ച നിലവിളക്കിന് മുൻപിലിരുന്നു. പേര് ചെവിയിൽ മെല്ലെ വിളിച്ചോളൂ, മീര പറഞ്ഞു. ദേവു ഒരു വെറ്റിലയെടുത്ത് കുഞ്ഞിൻ്റെ ഒരു ചെവിയിൽ വെച്ചു. ധ്രുവൻ മറു ചെവിയിൽ മെല്ലെ പേര് വിളിച്ചു. ശേഷം അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് എന്താണ് പേര് എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. ആരുഷ് ഋഷിയേഷ് ഗൗതം. ധ്രുവ് പറഞ്ഞു. കേശു എന്ന് എല്ലാവർക്കും വിളിക്കാം. ദേവു മെല്ലെ എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവർക്കും കേശുവിൻ്റെ പേര് നല്ലോണം ഇഷ്ടമായിരുന്നു. പിന്നെയുള്ളത് ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു. സ്റ്റാലിനും മീനുവും കേശുവിന് വേണ്ടി കൊടുത്തത് ഒരു സ്വർണത്തിൻ്റെ അരഞ്ഞാണവും പിന്നെ കുറച്ച് പഞ്ഞു കൊണ്ടുള്ള തൊപ്പികളും കയ്യുറകളും കാലുറകളുമാണ്. ആദിയും വിന്ദയും കേശുവിന് വേണ്ടി കൊടുത്തത് 2 സ്വർണത്തിൻ്റെ വളയും പിന്നെ ഡ്രസ്സുകളുമാണ്. ആകാശം വേദയും കേശുവിന് വേണ്ടി കൊടുത്തത് ഒരു കുഞ്ഞു പാദസരവും കരിവളയുമാണ്. അങ്ങനെ എല്ലാവരും പല പല ഗിഫ്റ്റുകൾ കേശുവിന് കൊടുത്തു. കുഞ്ഞിയും കൊടുത്തു കേശുവിന് ഒരു കുഞ്ഞു റിങ്. അതേ അവളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഉച്ചക്കത്തെ ഫുഡ് അവർ ഓർഡർ ചെയ്തതുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. കഴിക്കാനായി അവിടെ വേറെ പന്തലിട്ടിരുന്നു. അവിടെ ഇരുന്നവർ ഭക്ഷണം കഴിച്ചു. അങ്ങനെ രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ദേവു റൂമിലേക്ക് വന്നിരുന്നു. അവിടെ ധ്രുവൻ തൊട്ടിൽ കുഞ്ഞിനെ മെല്ലെ ഒന്നാട്ടിക്കൊണ്ടിരുന്നു. ദേവു ഒരു പുഞ്ചിരിയോടെ വാതിലടച്ച് ലോക്കിട്ടുകൊണ്ട് ധ്രുവൻ്റെ അടുത്ത് വന്ന് നിന്നു. കുഞ്ഞുറങ്ങിയോ? ദേവു മെല്ലെ ചോദിച്ചു. ഉറങ്ങിയില്ലോ, ധ്രുവ് മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവു ധ്രുവനോട് ചേർന്ന് നിന്നു. അവൻ ദേവുവിനെ ഒന്ന് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. കുഞ്ഞാ. ദേവുവിൻ്റെ അരയിൽ പിടിച്ചുകൊണ്ടവൻ മെല്ലെ വിളിച്ചു. ശിവേട്ടാ. ദേവു ധ്രുവനെ വിളിച്ചു. അടുത്ത നിമിഷം ദേവുവിനെ ധ്രുവൻ അവൻ്റെ കയ്യിലായി കോരിയെടുത്തുകൊണ്ട് കട്ടിലിൻ്റെ അരികിലേക്ക് ഒരു പുഞ്ചിരിയോടെ നടന്നു. ദേവുവിനെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് ധ്രുവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞാ എന്ന് വിളിച്ചുകൊണ്ട് ധ്രുവൻ ദേവുവിൻ്റെ ആ നെറ്റിയിലേക്ക് അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവളുടെ നെറ്റിയിൽ പടർന്നത് ഒരു പുഞ്ചിരിയോടെ ദേവു ധ്രുവൻ്റെ മുഖത്തേക്ക് മെല്ലെ വിരൽ ഓടിച്ചു. എത്ര മാസമായി കുഞ്ഞാ നിന്നെ ഇങ്ങനെയൊന്ന് ഒരു ആളും കൂടെ ഇല്ലാതെ കണ്ടിട്ട്? ധ്രുവ് പറഞ്ഞു. ഇനി എപ്പോഴും കാണാൻ പറ്റില്ലേ? ദേവു പറഞ്ഞു. പിന്നെ പറ്റാതെ. ഇനി എൻ്റെ കുഞ്ഞും കുഞ്ഞാവേയും ഈ റൂമിൽ തന്നെ എപ്പോഴും ഉണ്ടാകും, ധ്രുവ് പറഞ്ഞു. ദേവു ധ്രുവൻ്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി വെച്ച് അവൻ്റെ മുടിയിലൂടെ മെല്ലെ തലോടി. ധ്രുവൻ ദേവുവിൻ്റെ കഴുത്തിലേക്ക് മുഖം വെച്ച് കഴിഞ്ഞ മാസങ്ങളായി താൻ ഏറ്റവും മിസ് ചെയ്ത അവളുടെ ആ ഗന്ധം, ചന്ദനഗന്ധം അവനിലേക്ക് അത് പടർന്നു. ധ്രുവ് ദേവുവിൻ്റെ കഴുത്തിൽ അമർത്തി കുറേ വട്ടം മുത്തിക്കൊണ്ടിരുന്നു. ദേവുവിൻ്റെ കഴുത്ത് മുഴുവൻ അവൻ്റെ ആ ഉമിനീർ കൊണ്ട് നിറഞ്ഞു. ദേവു ധ്രുവൻ്റെ മുടിയിഴയിൽ കുരുത്തു വലിച്ച് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. ധ്രുവൻ ദേവുവിൻ്റെ മുഖം മുഴുവൻ ചുംബിച്ചുകൊണ്ട് ദേവുവിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ മെല്ലെ ഒന്ന് ചേർത്ത് ചുംബിച്ചു. പരസ്പരം ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് തീവ്രമായിട്ടുള്ള ചുംബനം. ദേവുവിൻ്റെ ശരീരത്തിലൂടെ ധ്രുവൻ്റെ കൈ അലഞ്ഞുലഞ്ഞ് നടന്നു. അവളുടെ ടോപ്പിനുള്ളിൽ കൂടെ കൈ കടത്തി ആ നഗ്നമായ വയറിൽ അവൻ അമർത്തി തടവി. ദേവു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി ഇറുക്കിയിട്ട് വാരി പുണർന്നുകൊണ്ടിരുന്നു. ധ്രുവൻ തലവഴി അവളുടെ ടോപ്പും ഇന്നറും അഴിച്ച് ഒരു ചിരിയോടെ മാറ്റിവെച്ചു. അവളുടെ നഗ്നമായ പാൽമണം വരുന്ന മാറിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം നേരിടാനാവാതെ കവളിൽ തിങ്ങിയ ഒരു ഇളം ചുവപ്പോടെ ദേവു തൻ്റെ കൈകൊണ്ട് ധ്രുവൻ്റെ കണ്ണുകൾ പൊത്തി. ധ്രുവൻ ഒരു ചിരിയോടെ ദേവുവിൻ്റെ കൈകൾ തൻ്റെ ആ കണ്ണിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ധ്രുവൻ തൻ്റെ കൈകൊണ്ട് ദേവുവിൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ശേഷം അവളുടെ ചുണ്ടിൽ നിന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ മാറിനെ മെല്ലെ നുണഞ്ഞുവിട്ടു. അവൻ്റെ ചുണ്ടിൻ്റെ ചൂടും നാവിൻ്റെ മൃദുലതയും പല്ലിൻ്റെ നോവും അവളിലേക്ക് പടർന്നു. ദേവു ഒന്ന് ശബ്ദം വെച്ചു. ധ്രുവ് ദേവുവിൻ്റെ കണ്ണിൽ നിന്നും അവൻ്റെ കൈകൾ മാറ്റി മെല്ലെ അവളുടെ മാറിനെ നുണഞ്ഞു. ആ പാലിൻ്റെ മാധുര്യം തൻ്റെ നാവിലേക്ക് അത്യധികം വേഗം പടർന്നിരുന്നു. ദേവുവിൻ്റെ മാറിൽ നിന്നും വയറിലേക്ക് അവൻ്റെ ചുണ്ട് മെല്ലെ അരിച്ചിറങ്ങി. അവളുടെ വയറിൽ അവൻ അമർത്തി കടിച്ചുകൊണ്ട് ആ
നാഭിച്ചുഴിയിൽ അവൻ നാവ് കിടത്തി നുണഞ്ഞു. ശിവേട്ടാ, ദേവു വിറച്ചുകൊണ്ട് വിളിച്ചു. ധ്രുവൻ അവളുടെ മേലെ കയറി കിടന്നുകൊണ്ട് കുഞ്ഞു നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു. മെല്ലെ മെല്ലെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാനായി തുടങ്ങി. ദേവു ധ്രുവൻ്റെ പുറത്ത് അമർത്തി പിടിച്ചു. അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് ധ്രുവൻ അവളിലേക്ക് വേഗത്തിൽ ആഴ്ന്നിറങ്ങി. ദേവു ധ്രുവൻ്റെ ഓരോ ആഴ്ന്നിറങ്ങളിലും അവളിലേക്ക് പടർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ച് അങ്ങനെ കിടന്നു. മീനു റൂമിലേക്ക് വരുമ്പോൾ സ്റ്റാലിൻ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് തട്ടി കുറക്കുകയാണ്. മീനു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് വന്നു. ആദുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കുഞ്ഞ് സ്റ്റാലിൻ്റെ തോളിൽ കിടന്നുറങ്ങിയിരുന്നു. മീനു സ്റ്റാലിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് സ്റ്റാലിനെ നോക്കി. വാ മീനു, നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം, അവിടെ നല്ല കാറ്റുണ്ടാകും, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനു പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വേഗം നടന്നു. മീനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റാലിൻ നക്ഷത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മാനത്തേക്ക് അവൻ നോക്കി നിന്നു. ഇച്ചായ, എന്ത് പറ്റി? മുഖം വല്ലാതെ ഇരിക്കുന്നേ, എന്തേലും കുഴപ്പമുണ്ടോ? മീനു ചോദിച്ചു. യെസ്, ഐ ഹാവ് എ പ്രോബ്ലം മീനു, സ്റ്റാലിൻ പറഞ്ഞു. എന്ത് പറ്റി പൊന്നെ? മീനു ചോദിച്ചു. അജു, അവൻ നാളെ പോവല്ലേ? 26 വയസ്സുണ്ടെങ്കിലും അതിൻ്റെ ഒരു പക്വതയില്ല മീനു, സ്റ്റാലിൻ പറഞ്ഞു. പക്ഷേ അവന് പഠിക്കാനും സ്വന്തം കാലിൽ ഒന്ന് നിവർന്നു നിൽക്കാനും ആഗ്രഹമുണ്ടാകും, മീനു ഒരു ചിരിയോടെ പറഞ്ഞു. അതിവിടെ നിന്നാലും ആവാമല്ലോ, ഞങ്ങളല്ലേ മീനു അവനെ നോക്കാനുള്ളത്. അവൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കേണ്ട എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ധ്രുവൻ സമ്മതിച്ചത്. പരിചയമില്ലാത്ത സ്ഥലമാണ്, ഇവിടെ നമ്മളുള്ളത് പോലെയല്ല അവൻ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ. അവിടെ അവന് കൂട്ടായി ആരും ഉണ്ടാകില്ല. എനിക്ക് നല്ല പോലെ ടെൻഷനുണ്ട് മീനു, സ്റ്റാലിൻ പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അവൻ പോകാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ അല്ല എന്ന് തോന്നിയാൽ ഇവിടേക്ക് ഓടി വന്നോളാൻ പറഞ്ഞാൽ മതി, മീനു ഒരു ചിരിയോടെ സ്റ്റാലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാലിൻ ഒരു പുഞ്ചിരിയോടെ മീനുവിനെ ചേർത്ത് പിടിച്ചെങ്കിലും ഒരു സൈഡിൽ ഒരു ചേട്ടൻ്റെ എല്ലാ ആവലാതിയും അവനിലുണ്ടായിരുന്നു എന്നതാണ് ഒരു സത്യം. ബിന്ദ റൂമിലേക്ക് വരുമ്പോൾ ബാൽക്കണിയിൽ നിന്നും സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു ആദി. ബിന്ദ അവിടേക്ക് ചെന്നതും അവൻ സിഗരറ്റ് കിടത്തിയിട്ട് ബിന്ദയെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ബിന്ദ വയറിൽ കൈവച്ചുകൊണ്ട് ആദിയുടെ നെഞ്ചിലായി അവൻ ചാരി നിന്നു. എന്ത് പറ്റി ദേവേട്ടാ? ബിന്ദ അവൻ്റെ മുഖം കൈകൊണ്ട് പിടിച്ച് അവളുടെ നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല പൊന്നെ, അജുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ. അവൻ എങ്ങനെ അവിടെ നിന്ന് പോകും? അച്ഛനും അമ്മയും നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവിടെ അമേരിക്കയിലൊക്കെ പോയി അവൻ എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും? ആദ്യ ചോദിച്ചു. ദേവേട്ടാ, അവിടെ ജോലിക്ക് പോകണം എന്നുള്ളത് അവൻ്റെ ആഗ്രഹമല്ലേ? പഠിക്കാനല്ലേ പോകുന്നത്? ഒറ്റയ്ക്ക് നിൽക്കാനും നമ്മൾ പഠിക്കണ്ടേ? ബിന്ദ പറഞ്ഞു. അതും ശരിയാണ്, പക്ഷേ എനിക്ക് ടെൻഷനാണ് മിത്ര. പാവം എൻ്റെ അജു, ആദ്യ പറഞ്ഞു. അവൻ അവിടെ പോയി നിൽക്കും, എല്ലാം സെറ്റായി പഠിച്ചിട്ട് ഇങ്ങ് വരും. എൻ്റെ ദേവേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ബിന്ദ പറഞ്ഞു. അത് കേട്ട് ആദ്യമൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഇത്തിരി വീർത്ത അവളുടെ വയറിൽ മെല്ലെ തലോടി. എങ്കിലും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അജുവിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മമാർ എല്ലാവരും കൂടി അജുവിന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് ബാഗിലാക്കി കൊടുത്തു. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അവൻ അത് കണ്ടില്ല എന്ന് കരുതി എല്ലാവരോടും സംസാരിച്ച് ചിരിച്ചു കളിച്ച് നിന്നു. ഉച്ചയ്ക്കാണ് അവൻ്റെ ഫ്ലൈറ്റ്. 1 മണിക്കപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് അവരുടെ ആ യാത്ര. അവിടെ വെച്ചിട്ടാണ് അജു അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങിയിറങ്ങി. സ്റ്റാലിനും ധ്രുവനും ചെന്ന് അവൻ്റെ ബാഗുകൾ കൊണ്ടുപോയി കാറിൽ വെച്ചു. അജു അച്ഛന്മാരെയും അമ്മമാരെയും കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം നിന്നു. അവരോട് യാത്ര പറഞ്ഞു. ഏറ്റവും കൂടുതൽ അവന് വിഷമമായത് അനിതയുടെ കണ്ണുനീരായിരുന്നു. അനിയമ്മേ, വിഷമിക്കല്ലേ, ഞാൻ പഠിച്ചിട്ട് വലിയൊരു ബിസിനസ്മാനായി വരുമ്പോൾ അനിയമ്മ എനിക്ക് ആ വീട്ടിൽ വെച്ച് ഫുഡ് വാരി തന്ന പോലെ തരണം കേട്ടോ. എൻ്റെ അമ്മയെക്കാളും ഞാൻ അനിയമ്മയെ നല്ലോണം മിസ് ചെയ്യും. പോയിട്ട് വരാം, അജു പറഞ്ഞു. അനിത അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. പോയി വാ മോനെ. അവരുടെ വാക്കുകൾ ഇടറി. കണ്ടു നിന്നവരുടെ കണ്ണിൽ പോലും ഒരു നീർത്തിളക്കം സൃഷ്ടിച്ച യാത്ര പറച്ചിലായിരുന്നു അത്. അജുവിൻ്റെ കൂടെ ധ്രുവനും ദേവുവും ആദിയും വിന്ദയും മൗനിയും എബിയും സ്റ്റാലിനും മീനുവും കുഞ്ഞിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. മീനുവിൻ്റെയും ദേവുവിൻ്റെയും കുഞ്ഞിനെ പിടിച്ചത് മൗനിയും കുഞ്ഞിയുമായിരുന്നു. ഇവരെല്ലാം കൂടെ ഈ 2 കാറുകളിലാണ് പോവാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കോഴിക്കോട് എയർപോർട്ടിലേക്ക് വിട്ടു. പാലക്കാട് നിന്നും എയർപോർട്ടിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ളത് കോഴിക്കോട് എയർപോർട്ടിലേക്കാണ്. പാലക്കാട് നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള ദൂരം 92 കിലോമീറ്ററാണ്. 2 മണിക്കൂർ 33 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ കഴിയും. അവർ രാവിലെ 10:30 വീട്ടിൽ നിന്നും ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഒരു 12:30 ആകുമ്പോൾ അവിടെ അവർ എത്തിയിട്ടുണ്ടാകും. പിന്നെ ട്രാഫിക് ബ്ലോക്കുകളെല്ലാം നോക്കണം.
എന്ന് മാത്രം. അങ്ങനെ അധികം ട്രാഫിക് ജാമിൽ ഒന്നും പെടാതെ ആ 2 കാറുകളും ഒരു 12:40 ആവുമ്പോഴേക്കും അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാറുകൾ നിർത്തിക്കൊണ്ട് അതിൽ നിന്നും എല്ലാവരും ഇറങ്ങി. അജു അവൻ്റെ ബാഗെല്ലാം എടുത്ത് അവിടെ ഇരുന്ന ഒരു ട്രോളിയിലാക്കി മുന്നോട്ട് നടന്നു. അവൻ്റെ പിന്നാലെ ബാക്കിയുള്ളവരും. അതിനകത്തേക്ക് കയറിയ ശേഷം അവൻ ചെക്ക്-ഇൻ ഓൺലൈൻ വഴി നോക്കി ഓക്കെ ആക്കി. അജു, നീ സൂക്ഷിക്കണം കേട്ടോ, ധ്രുവൻ അജുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. സൂക്ഷിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് അജു ധ്രുവനെ കെട്ടിപ്പിടിച്ചു. ധ്രുവ് തിരിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നനവ് പടർന്നു. ആരോടും ഒരു പ്രശ്നത്തിനും പോവരുത് കേട്ടോ. അജുമോനെ ഓക്കെ ആയി നിൽക്കണം, ആദി പറഞ്ഞു. ഓക്കെ ആണ് ചേട്ടാ എന്ന് പറഞ്ഞ് അജു ആദിയെ കെട്ടിപ്പിടിച്ചു. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അജുവിൻ്റെ പുറത്ത് മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്തു. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങ് ഓടി വന്നോണം, ഇവിടെ ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. പിന്നില്ലാതെ ഞാൻ ഇങ്ങ് വരും. അജു പറഞ്ഞതുകൊണ്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ച് സ്റ്റാലിൻ തിരിച്ചും. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു കലങ്ങി. എന്നും വിളിക്കണട്ടോ, നീയും പിന്നെ എബിയും ഉള്ളൂ അനിയൻ എന്ന് പറയാൻ ഞങ്ങൾക്ക്, ആകാശ് പറഞ്ഞു. ഞാൻ വിളിക്കാൻ ചേട്ടാ. അജു ആകാശിനെ കെട്ടിപ്പിടിച്ചു. ആകാശ് തിരിച്ചും. അജുവിനെയും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങി. പഠിച്ചിട്ട് സെറ്റ് മാനായിട്ട് വാ, അജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എബി പറഞ്ഞു. പിന്നെ സെറ്റ് മാനായിട്ട് വരും, എബിയുടെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് അജു പറഞ്ഞു. ദേവേടത്തി, അജു മെല്ലെ വിളിച്ചു. ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും കുഞ്ഞനിയ എന്ന് ഒരു ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ദേവു അവനെ കെട്ടിപ്പിടിച്ചു. എന്താ ഇത്? ഞാൻ തിരിച്ചു വേഗം വരും ദേവേടത്തി, വന്നിട്ട് എന്നെ എയറിലാക്കണം കേട്ടോ, അജു പറഞ്ഞു. അതിന് ദേവു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അജുവിൻ്റെ കവളിൽ മെല്ലെ തലോടി. വിന്ദേടത്തി, അജു വിളിച്ചു. പൂവാണോടാ? നീ പോയാൽ വീട് ഉറങ്ങിയ പോലെയാ. അജു, നീ ഇല്ലാതെ എന്ത് വീട്? വിന്ദ കരഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും വിന്ദേടത്തി, അന്നേരം എന്നോടൊന്ന് പോടാ എന്ന് പറയല്ലേ, അജു പറഞ്ഞു. അതോടെ വിന്ദ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞുവാവേ, മാമൻ വരുമ്പോഴേക്കും മാമനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അമ്മേനെ പോലെ മാമനെ നീ എയറിലാക്കരുത് കേട്ടോ, അജു വിന്ദയുടെ വീർത്ത വയറിൽ മെല്ലെ കൈവച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. മീനയിടത്തി, അജു വിളിച്ചു. പോയി വാജു, സൂക്ഷിക്കണം, പിന്നെ വഴക്കിനൊന്നും പോവരുത് കേട്ടോ, മീനു പറഞ്ഞു. ഇല്ല കേട്ടോ, അജു പറഞ്ഞതുകൊണ്ട് മീനുവിനൊന്ന് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേദയെടത്തി, അജു വിളിച്ചു. ഒന്നും മിണ്ടാനാവാതെ വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അജുവിനെ കെട്ടിപ്പിടിച്ചു. അജു വേദയെ ചേർത്ത് പിടിച്ചു. അനിയനില്ലെന്ന വിഷമം ഞാൻ മറന്നത് നിന്നിലൂടെയാണ് അജു, ഇപ്പോൾ നീ പൂവാണ് എന്നോർക്കുമ്പോൾ നെഞ്ചു പിടയുക, വേദ പറഞ്ഞു. അജുവിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് വേദയെ ഒന്നുകൂടി ഒരു നിമിഷം ചേർത്ത് നിർത്തി. എൻ്റെ ദേവേടത്തി, വിഷമിക്കല്ലേ, എനിക്ക് വിഷമമാവും, ഞാൻ പെട്ടെന്ന് വരും കേട്ടോ, ഒന്ന് ചിരിച്ചേ, അജു പറഞ്ഞു. അതോടെ വേദ അജുവിൻ്റെ നെറ്റിയിൽ അമർത്തി ഒന്ന് മുത്തിക്കൊണ്ട് പുഞ്ചിരിച്ചു. നീയും എന്നെ എയറിലാക്കരുത് കേട്ടോ കുഞ്ഞാവേ, മാമൻ വരാവേ, അജു വേദയുടെ വയറിൽ മെല്ലെ കൈവച്ചുകൊണ്ട് പറഞ്ഞു. വേദ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവിടെ മൗനിയുടെ കയ്യിൽ ഇരിക്കുന്ന ആദുവിനെ എടുത്ത് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. മാമൻ പോയിട്ട് വരാട്ടോ ആദുട്ടാ, അജു പറഞ്ഞു. കുഞ്ഞിന് കാര്യം മനസ്സിലായത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. അജുവിനെ മെല്ലെ കെട്ടിപ്പിടിച്ചു. അജു ഒന്നുകൂടി ആദുവിൻ്റെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് കുഞ്ഞിനെ ധ്രുവൻ്റെ കയ്യിൽ കൊടുത്തു. മൗനിയുടെ അടുത്തു പോയി നിന്നു. അജുമോനെ, നീ പഠിച്ച് സെറ്റായിട്ട് വാ, എന്നിട്ട് നീ എന്നെ മാനേജറാക്കണം, മൗനി പറഞ്ഞു. പിന്നെ അല്ല എന്ന് പറഞ്ഞ് അജു അവളെ ചേർത്ത് പിടിച്ചു. കുഞ്ഞിയുടെ അടുത്ത് ചെന്ന് അവൻ കുഞ്ഞിയുടെ ഇരിക്കുന്ന കേശുവിനെ എടുത്തു. കേശുമോനെ, മാമൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് അജു കേശുവിൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവനെ ദേവുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ കുഞ്ഞിയെ നോക്കി. അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് അജുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അജു അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ആ കുഞ്ഞി മുഖത്തേക്ക് നോക്കി. കാത്തിരിക്കോ, അജു മെല്ലെ ചോദിച്ചു. കാത്തിരിക്കാം, കുഞ്ഞി മെല്ലെ പറഞ്ഞു. അജു വീണ്ടും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ടൈമായി അജു, എബി മെല്ലെ പറഞ്ഞു. അജു കുഞ്ഞിയിൽ നിന്നും അകന്നു മാറി. എല്ലാവരും ഒരു സെൽഫി എടുത്തുകൊണ്ട് അജുവിനോട് യാത്ര പറഞ്ഞു. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അജു അവിടെ നിന്നും മുന്നോട്ട് നടന്നുപോയി. എല്ലാവരുടെയും നെഞ്ചിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അജു തിരിഞ്ഞു നോക്കിയില്ല. അവൻ പോയതും അവർ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. വല്ലാത്തൊരു മൂകതയോടെയാണ് അവർ അവിടെ നിന്നും യാത്ര തിരിച്ചത്. അജു അവിടെ എത്താൻ എത്ര സമയമെടുക്കും എന്ന് വല്ല പിടിയുമുണ്ടോ? മൗനി അവരുടെ മുഖത മാറ്റാനായി വെറുതെ ചോദിച്ചു. കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയുടെ സമയം പല കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. എയർപോർട്ട്, റൂട്ട്, സ്റ്റോപ്പുകൾ, അങ്ങനെയുള്ള കാര്യം എല്ലാം ഉണ്ട്. ഏകദേശം 18 മുതൽ 25 മണിക്കൂർ വരെയാണ് യാത്രയ്ക്ക് എടുക്കുന്ന സമയം, എബി പറഞ്ഞു. വേറെ എന്തൊക്കെയാണ്? വിന്ദ ചോദിച്ചു. കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് പല അന്താരാഷ്ട്ര വിമാന കമ്പനികളും അമേരിക്കയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. യാത്രയിൽ സാധാരണയായിട്ട് 1-2 സ്റ്റോപ്പുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ യാത്രാ സമയം തിരഞ്ഞെടുക്കുന്ന റൂട്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു.
യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ആദി ഒരു അലസതയോടെ പറഞ്ഞു. 1 മണിക്ക് അവർ കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. 3:30 ആകുമ്പോൾ പാലക്കാട് എത്തും. അങ്ങനെ 3:30 ആയപ്പോഴേക്കും പാലക്കാട് എത്തിയിരുന്നു അവർ. കുഞ്ഞിയെ അവളുടെ വീട്ടിലാക്കിക്കൊണ്ട് അവർ വീട്ടിലേക്ക് വന്ന് കയറി. കാറിൽ അത്രയും ദൂരം യാത്ര ചെയ്തത് കൊണ്ടെന്ന് തോന്നുന്നു വിന്ദയും വേദയും നല്ല ഛർദിയായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് മീനുവും ദേവും വേഗം തന്നെ റൂമിലേക്ക് കയറിപ്പോയിരുന്നു. ധ്രുവനും സ്റ്റാലിനും എബിയും പുറത്തെ ഉമ്മറ പടിയിൽ തന്നെ ഇരുന്നു. മൗനിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ആകാശും ആദിയും വിന്ദയും വേദയും അടുത്തായിരുന്നു. അവർക്ക് വയ്യാത്തത് കാരണം അച്ഛനും അമ്മമാരും ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം അജുവില്ലാത്തത് കൊണ്ടുള്ള വിഷമമാണ് എല്ലാവർക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തോടെ എല്ലാവരും ഒന്ന് ഓക്കെയായി ഹാളിലിരുന്നു. കേശു മീരയുടെ കയ്യിൽ, ആദു അനിതയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഇവരുടെ കല്യാണം വെച്ച് നീട്ടണോ? ഇവിടെ നിന്ന് ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു പോകുമ്പോൾ മൗനിയെ കൂടെ മരുമകളാക്കി കൊണ്ടുപോവാനാ, ജീന പറഞ്ഞു. ആ, ഇനി അതായിട്ട് എന്തിനാ വൈകിപ്പിക്കുന്നത്? അതില്ല, നമുക്ക് അടുത്ത ആഴ്ച നടത്താം, ധ്രുവൻ പറഞ്ഞു. എനിക്കും അതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അതുകൂടെ കഴിഞ്ഞാൽ ഓക്കെ ആയല്ലോ, സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച തന്നെ നടത്താം. നാളെ തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാം, ആദി പറഞ്ഞു. അതാണ് നല്ലത്, ആകാശം പറഞ്ഞു. എല്ലാവർക്കും അതേ അഭിപ്രായമായിരുന്നു. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ കല്യാണം ഫിക്സ് ചെയ്തു. ദേവു കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ ധ്രുവൻ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അത് കണ്ടതും ദേവു കേശുവിനെ തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. ശിവേട്ടാ, ദേവു വിളിച്ചതും ധ്രുവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേവുവിനെ കണ്ടതും ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നിന്നു. സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ശിവേട്ടാ, എന്തിനാ ഈ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നത്? കുഞ്ഞുള്ളതാണ് എന്ന് കുറച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ട് ദേവു ധ്രുവൻ്റെ ആ സിഗരറ്റ് അവൻ്റെ ചുണ്ടിനിടയിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞു. അഞ്ജു, നീ എന്ത് പരിപാടിയാ കാണിച്ചത്? എന്തിനാ നീ സിഗരറ്റ് കളഞ്ഞത്? ധ്രുവൻ ദേഷ്യപ്പെട്ടു. അവൻ്റെ ദേഷ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് 2ാം വട്ടമായിരുന്നു ദേവു കാണുന്നത്. അത് പിന്നെ ദേവുവിൻ്റെ ശബ്ദമിടറി. എന്തോന്ന് അത് ഇത് എന്ന്? നീ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വേണ്ടി വരണ്ട അഞ്ജു. എൻ്റെ മുന്നിൽ നിന്ന് പോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇവിടെ നിന്നാൽ അത് കൂടും, ധ്രുവൻ പറഞ്ഞു. നിറകണ്ണുകളോടെ ദേവു അവിടെ നിന്നും ഇറങ്ങി റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ ഒരു വശത്തേക്ക് ചെന്ന് തിരിഞ്ഞു കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നും മിണ്ടാനാവാതെ അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ധ്രുവൻ അവളെ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു അവനോട് ചേർത്തിരുന്നു. കുഞ്ഞാ, മൗനി നമ്മളെ വിട്ടു പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനായിരുന്നു. സോറി, ധ്രുവൻ മെല്ലെ പറഞ്ഞു. ദേവു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്നു. ധ്രുവൻ ദേവുവിനെ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു.